അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് അസംബ്ലി നടക്കുന്നതും അതിൽ HM പ്രസംഗിക്കുന്നതും ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് നാളിറുൽ മദ്രസ HM പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ അറ്റൻഷൻ, സ്റ്റാൻഡേർഡീസ്, പ്ലഡ്ജ്, ന്യൂസ്, തോട്ട് ഇവക്കൊക്കെ അറബിയിൽ പറയുന്ന വേർഡുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസംബ്ലിയിലെ മൻസൂർ നടത്തുന്ന പ്രസംഗത്തെ കുറിച്ചും ഏതാനും ഗ്രാമർ സെക്ഷനും അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകളുടെ പേരുകളും അതുപോലെ തന്നെ ഖുത്ബ തയ്യാറാക്കാനൊക്കെയാണ് പഠിക്കുന്നത്. നമുക്ക് പേജ് നമ്പർ 34 എന്താണെന്ന് നോക്കാം. വഹ്ദത്തുസാനിയ 2ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേരെന്താണ്? സലാമത്തുൽ അഅദിയ, സലാമത്ത് സുരക്ഷ, അൽ അഅദിയ ഭക്ഷണങ്ങളുടെ ഭക്ഷ്യ സുരക്ഷ. ശുദ്ധമായ ഭക്ഷണവും അതുപോലെ രോഗം വരാത്തതുമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് അസംബ്ലിയിൽ മൻസൂർ നടത്തുന്ന സ്പീച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് വായിച്ചു നോക്കാം. അയ്യുഹൽ അസാതിദത്തുൽ കിറാം വസ്സുമലാഉൽ അഹിബ്ബ, اليوم يوم مهم اليوم العالمي لسلامة الأعضية. هل تعرفون ما المراد به؟ أي يوم عالمي لتوعية الناس على عادات صحية في الطعام والنظافة. الأكل الصحي يساعدنا على نمو الجسمي والأكلي ويحافظ على صحتنا، لذا نأكل الأغذية الصحية ونغسل أيدينا قبل الأكل ونتناول الفواكه والخضروات الطازجة ونشرب ماء نقيا. إذن نداوم على الطعام الصحي ونشجع أصدقاءنا ومجتمعنا عليه. أختتم كلامي وأشكر على حسن استماعكم وتعاونكم. നമുക്ക് ഈ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അയ്യുഹൽ അസാതിദത്തു, ഉസ്താദിന്റെ ജമ്മാണ് അസാതിദത്ത്, അധ്യാപകരെ. അയ്യുഹൽ, അധ്യാപകരെ. അൽ കിറാമു, ബഹുമാന്യരായ അധ്യാപകരെ. വസ്സുമല ഉൽ അഹിബ്ബ, സുമല കൂട്ടുകാർ, അഹിബ്ബ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അൽ യൗമു ഇന്ന്, യൗമുൻ ദിവസമാണ്, മുഹിമ്മുൻ പ്രധാനപ്പെട്ട ദിവസമാണ്, അൽ യൗമുൽ ആലമിയു ലോക ദിനമാണ്, ലിസലാമത്തിൽ അഅദിയ ഭക്ഷ്യസുരക്ഷാ ദിനമാണ്, അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ ദിനമാണ് ഇന്ന്. ഹൽ താരിഫൂന നിങ്ങൾക്കറിയുമോ? മൽ മുറാദു ബിഹി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അതായത് യൗമുൻ ആലമിയുൻ ലോക ദിനമാണ്, ലിതൗഇയതി ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള, അന്നാസി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അല ആദാത്തിൻ ശീലങ്ങളെ കുറിച്ച്, പതിവുകളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ, സിഹിയത്തിൻ ആരോഗ്യശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിനമാണ്. ഫിത്തൊആമി ഭക്ഷണത്തിലും, വന്നവാഫത്തി വൃത്തിയിലും, ഭക്ഷണത്തിലും വൃത്തിയിലും ആരോഗ്യശീലങ്ങൾ വേണം എന്നതിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിനമാണ് ഇന്ന്. അൽ അക്ലു കഴിക്കൽ, സിഹിയു ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കല്, യുസാഇദുന അത് നമ്മെ സഹായിക്കും, നുമുവ് വളർച്ച, അൽ ജിസ്മിയി ശാരീരിക വളർച്ചക്കും, വൽ അക്കിലിയി ബുദ്ധിപരവും ശാരീരികവുമായ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ. വയുഹാഫിളു അത് സംരക്ഷിക്കും, അലാ സിഹത്തിന നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ലിദ ഇക്കാരണം കൊണ്ട്, നഅ്കുലു നമ്മൾ തിന്നണം, അൽ അഅദിയ ഭക്ഷണങ്ങള്, അസിഹി ആരോഗ്യകരമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. വനഅ്സിലു നമ്മൾ കഴുകണം, ഐദിയന നമ്മുടെ കൈകളെ, കബിലൽ അക്കിലി കബില എന്ന് പറഞ്ഞാൽ മുമ്പ്, അക്കിലി തിന്നുന്നതിന് മുൻപായിട്ട് നമ്മൾ
കൈ കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ കൈ കഴുകണം. വനതനാവലു നമ്മൾ കഴിക്കേണ്ടത് അൽഫവാക്കിഹ ഫ്രൂട്ട്സുകളും വൽ ഖൽറവാത്തി വെജിറ്റബിളും അത്തോസജ ഫ്രഷ് ആയിട്ടുള്ള. വനഷ്റബു നമ്മൾ കുടിക്കണം നക്കിയ ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കണം. അതിനാൽ അപ്പോൾ നുദാവിമു നമുക്ക് പതിവാക്കാം അലത്തൊആമി സിഹിയി ആരോഗ്യകരമായ ഭക്ഷണം. വനുഷജ്ജിഉ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, പ്രേരിപ്പിക്കാം. അസ്തികാഅന നമ്മുടെ കൂട്ടുകാരെയും വമുജ്തമഅന നമ്മുടെ സമൂഹത്തെയും അലൈഹി അതിന്റെ മേൽ. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മുടെ കൂട്ടുകാർക്കും സമൂഹത്തിനും പറഞ്ഞു കൊടുക്കാം. അഖ്തതിമു ഞാൻ അവസാനിപ്പിക്കുകയാണ് കലാമി എന്റെ സംസാരം. വ അഷ്കുറു ഞാൻ നന്ദി പറയുന്നു. അലാ ഹുസ്നി ഇസ്തിമാഇക്കും ഹുസ്ന് നന്മ, നല്ലത്. ഇസ്തിമാഇക്കും നിങ്ങൾ എന്റെ സംസാരം കേട്ടതിന്, ശ്രദ്ധയോടെ കേട്ടതിനും. വതആവുനിക്കും നിങ്ങളുടെ സഹകരണത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മാ ഫായിദത്തു എന്താണ് പ്രയോജനം? അൽ അക്കിലി സിഹിയ്യ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇതിന്റെ ആൻസർ എന്താണ്? അൽ അക്കിലു സിഹിയ്യു ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ യുസാഇദുന അത് നമ്മെ സഹായിക്കും. അലാനുമുവിൽ ജിസ്മി നമ്മുടെ ശരീര വളർച്ചക്കും. വൽ അക്കിലി ബുദ്ധിപരമായ വളർച്ചക്കും. വയുഹാഫിളു അത് സംരക്ഷിക്കും. അലാ സിഹത്തിന നമ്മുടെ ആരോഗ്യത്തെ അത് സംരക്ഷിക്കും. അതാണ് ഇതിന്റെ ആൻസർ. പേജ് നമ്പർ 35 എന്താണെന്ന് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഫിഅൽ മുളാരി അടങ്ങിയ സെന്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫിഅൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കാണ് ഫിഅൽ എന്ന് പറയുക. എഴുതുക, വായിക്കുക, പഠിക്കുക, കഴിക്കുക, നടക്കുക, വായിക്കുക, എഴുതുക, എല്ലാവിധ പ്രവർത്തനവും വെർബിനെയാണ് ഫിഅൽ എന്ന് പറയുക. എന്നാൽ ഫിഅൽ മാളിയുണ്ട്, മുളാരിയുണ്ട്, അംറുണ്ട്, അങ്ങനെ കുറേയുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഫിഅൽ മുളാരി ആണ്. ഫിഅൽ മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പ്രവർത്തനങ്ങൾക്കാണ് ഫിഅൽ മാളി എന്ന് പറയുക. കതബ, ജലസ, ദറസ, ഖറഅ എന്നിങ്ങനെയുള്ള ഫിഅലുകൾ. എന്നാൽ ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഫിഅൽ മുളാരി. ഫിഅൽ മുളാരിനെ മനസ്സിലാക്കാൻ ഫസ്റ്റിൽ അലിഫോ, താഓ, യാഓ, നൂനോ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് താ കൊണ്ടും യാ കൊണ്ടും തുടങ്ങുന്ന ഫിഅലുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മുളാരിയിലെ താഉം യാഉം വെച്ചിട്ടുള്ള ഫിഅലുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ യാ കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകള് പുരുഷന്മാരെ അറിയിക്കാനുള്ളതാണ്. ആണുങ്ങൾക്ക് മുദക്കറായിട്ട് വരുമ്പോൾ യാ കൊണ്ടാണ് തുടങ്ങുക. എന്നാൽ താ മുഅന്നസ് സ്ത്രീകളെ കുറിക്കുന്ന ഫിഅലുകളുമാണ്. നോക്കൂ, യഅ്കുലു അവൻ തിന്നുന്നു. അക്കല യഅ്കുലു മുളാരി യഅ്കുലു. അൽ വലതു ആ ആൺകുട്ടി തിന്നുകയാണ്. മാഞ്ചാൽ മാഞ്ച മാങ്ങ തിന്നുന്നു. എന്നാൽ യഅ്കുലു എന്നത് ഗേളായപ്പോൾ, പെൺകുട്ടിയായപ്പോൾ തഅ്കുലു യാ മാറി അവിടെ താ ചേർന്നു. തഅ്കുലു അവൾ തിന്നുന്നു. യഅ്കുലു അവൻ തിന്നുന്നു. തഅ്കുലു അവൾ തിന്നുന്നു. തഅ്കുലുൽ ബിൻതു പെൺകുട്ടി തിന്നുന്നു. അത്തുഫാഹത ആപ്പിൾ തിന്നുന്നു. അടുത്തത് നോക്കൂ, യഖ്റഉ അവൻ വായിക്കുന്നു. ഖറഅ മുളാരി യഖ്റഉ അവൻ വായിക്കുന്നു. യഖ്റഉൽ വലതു ആ ആൺകുട്ടി വായിക്കുന്നു. അദ്ദർസ പാഠം. ഇനി യഖ്റഉ ഗേളാകുമ്പോൾ എന്തായി മാറും? തഖ്റഉ താ ചേർത്ത് കൊടുക്കുക. തഖ്റഉ തഖ്റഉൽ ബിൻതു ആ പെൺകുട്ടി വായിക്കുകയാണ്. അൽ ഖിസ്വത കഥയാണ് വായിക്കുന്നത്. അടുത്ത പിക്ചറിൽ നോക്കൂ, യക്തുബു ഒരു കുട്ടി എഴുതുകയാണ്. യക്തുബുൽ വലതു ആൺകുട്ടി ആ കുട്ടി എഴുതുകയാണ്. അദ്ദർസ പാഠം. കതബ യക്തുബു എന്നാൽ അതിനെ ഗേളായി മാറിയപ്പോൾ യക്തുബു തക്തുബു അവൾ എഴുതുന്നു. തക്തുബുൽ ബിൻതു ആ പെൺകുട്ടി എഴുതുന്നു. അൽ ഖിസ്വത കഥ എഴുതുന്നു. ഇനി പേജ് നമ്പർ 36 എന്താണെന്ന് നോക്കൂ.
നിഖ്റഉ നമുക്ക് വായിക്കാം, വനുക്മിലു നമുക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഒരാൺകുട്ടി അവിടെ വെള്ളം കുടിക്കുന്നതാണ് കാണുന്നത്. ഇതിനെ എന്താണ് അറബിയിൽ ഫിയൽ മുളാരി കുടിക്കുക എന്നതിന് എന്താണ് പറയുക? മാളിയില് ശരിബ, മുളാരി യഷ്റബു. യഷ്റബുൽ വലതു കുട്ടി കുടിക്കുന്നു, അൽമാ വെള്ളം. ആൺകുട്ടി വെള്ളമാണ് കുടിക്കുന്നത്. എന്നാൽ ഒരു പെൺകുട്ടി അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്നു എന്നാക്കണം. യഷ്റബു ആണാകുമ്പോൾ, അത് ഗേളാകുമ്പോൾ എങ്ങനെ വരും? തഷ്റബു. യാ മാറ്റി താ ചേർത്ത് കൊടുക്കുക. തഷ്റബുൽ ബിന്തു അൽ അസീറ ജ്യൂസ് കുടിക്കുന്നു. ഇനി ഒരു കുട്ടി കാല് കഴുകുന്നതാണ് കാണുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? കഴുകുക എന്നതിന് ഒസല കഴുകി, യഅ്സിലു കഴുകുന്നു അല്ലെങ്കിൽ കഴുകും, രണ്ടർത്ഥം പറയും. യഅ്സിലുൽ വലതു കുട്ടി കഴുകുന്നു, അരിജ്ല കാലിനെ, കാല് കഴുകുകയാണ്. ഇനി അത് ഇവിടെ നോക്കൂ, അടുത്ത പിക്ചറിലെ ഒരു പെൺകുട്ടി കൈ കഴുകുന്നതാണ് കാണുന്നത്. യഅ്സിലു മാറിയിട്ട് എന്ത് വരും? തഅ്സിലു അവൾ കഴുകുന്നു. തഅ്സിലുൽ ബിന്തു അൽ യദ പെൺകുട്ടി അവളുടെ കൈ കഴുകുന്നു. അടുത്ത പിക്ചറിൽ നോക്കൂ, ഒരു പന്ത് കൊണ്ട് കുട്ടി കളിക്കുന്നതാണ്. കളിക്കുന്നതിന് എന്താണ് പറയുക? കളിക്കുക എന്നതിനെ ലഇബ യൽഅബു, മുളാരി യൽഅബു. യൽഅബുൽ വലതു കുട്ടി കളിക്കുന്നു, ബിൽ ഖുറത്തി പന്ത് കൊണ്ട്. അടുത്ത പിക്ചർ ബിൽ ഹബിലി കയറുകൊണ്ട് പെൺകുട്ടി കളിക്കുന്നതാണ്. യൽഅബു എന്നത് ഗേളാകുമ്പോൾ തൽ അബു ചേർത്ത് കൊടുക്കുക. തൽ അബുൽ ബിന്തു ബിൽ ഹബിലി കയറുകൊണ്ട് പെൺകുട്ടി കളിക്കുന്നു. പേജ് നമ്പർ 37 എന്താണെന്ന് നോക്കാം. നതദറബു നമുക്ക് പരിശീലിക്കാം, വനഖ്തുബു നമുക്ക് പ്രസംഗിക്കുകയും ചെയ്യാം. നോക്കൂ, ഇവിടെ 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ കൊടുത്ത പ്രസംഗത്തിലെ സെന്റൻസുകളിൽ വിട്ട ഭാഗം ചേർത്ത് കൊടുക്കണം. അൽ യൗമു യൗമുൽ ആലമിയ്യു ലില്ലുഅത്തിൽ അറബിയ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. അൽ യൗമുൽ ആലമിയ്യു ലോകദിനം, ലില്ലുഅത്തിൽ അറബിയ അറബി ഭാഷ, ലോക അറബി ഭാഷാ ദിനം. അടുത്തത് നോക്കൂ, അസാമിന അഷ്റ ഡിസംബർ 18. സാമിനാഷ്റ എന്ന് പറഞ്ഞാൽ 18 ആണ്. എങ്ങനെ ഫില്ല് ചെയ്യാം നോക്കൂ. അയ്യുഹൽ അസാതിദത്തുൽ കിറാം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വസുമല ഈ അൽ അഹിബഉ എന്റെ പ്രിയപ്പെട്ട സുമല കൂട്ടുകാരെ. അൽ യൗമു ഇന്ന്, യൗമുൻ മുഹിമ്മുൻ പ്രധാനപ്പെട്ട ദിവസമാണ്. അൽ യൗമ ഇന്നത്തെ ദിവസം, അവിടെ ആ ഫസ്റ്റ് സെന്റൻസ് ചേർത്ത് കൊടുക്കുക. യൗമുൽ ആലമിയ്യു ലില്ലുഅത്തിൽ അറബിയ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. നഹ്തഫിലു നമ്മൾ ആചരിക്കുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. അൽ യൗമ ഇന്ന്, ഫി ഡാഷ് അവിടെ സാമിനാഷ്റ ഡിസംബർ 18 എന്ന് അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അവിടെ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. അഖ്തതിമു കലാമി എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ അഷ്കുറുക്കും നിങ്ങളോട് ഞാൻ നന്ദിയും പറയുന്നു. അലാ ഹുസ്നി ഇസ്തിമാഇക്കും നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ കേൾവിക്കും, വ തആവുനിക്കും നിങ്ങളുടെ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ അടുത്ത പ്രസംഗം തയ്യാറാക്കാനുള്ളത് അൽ യൗമുൽ ആലമിയ്യു ലിസ്സിഹത്തി ലോക ആരോഗ്യ ദിനം. ഫിസ്സാബി ഏപ്രിൽ 7. അതുപോലെ ആദ്യം കൊടുത്ത മോഡൽ പോലെ എഴുതണം. എങ്ങനെ എഴുതാം? അയ്യുഹൽ അസാതിദത്തുൽ കിറാമു വസുമല ഈ അല്ലഹിബ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നോക്കൂ, അൽ യൗമു യൗമുൻ മുഹിമ്മുൻ പ്രധാനപ്പെട്ട ദിനമാണ് ഇന്ന്. അൽ യൗമ ഇന്ന്. ഇനി അവിടെ ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് ലൈന്. അൽ യൗമുൽ ആലമിയ്യു ലിസ്സിഹത്തി ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. നഹ്തഫിലു നമ്മൾ ആഘോഷിക്കുന്നു. അൽ യൗമ ഇന്ന്, ഫി ഡാഷ് ഏത് ദിവസമാണ്? ഫിസ്സാബി ഏപ്രിൽ 7 എന്ന് അവിടെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് എന്ത് കൊടുക്കണം? അഖ്തതിമു കലാമി എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. വ അഷ്കുറുക്കും നിങ്ങളോട് നന്ദി പറയുന്നു. അലാ ഹുസ്നി ഇസ്തിമാഇക്കും നിങ്ങൾ ശ്രദ്ധാപൂർവം എന്നെ കേട്ടതിനും, വ തആവുനിക്കും നിങ്ങളുടെ സഹകരണത്തിനും. ഇതുപോലെ നിങ്ങൾ വേറെയും പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എക്സാമിന് വരുന്ന പ്രവർത്തനമാണ്. അടുത്തത് നോക്കൂ, പേജ് നമ്പർ 38. അത്ഇമത്തുൻ ഭക്ഷണങ്ങൾ, ഉഫദ്ദിലുഹ അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ മുൻഗണന നൽകുന്നത്.
ഏതാണോ അത് താഴെ എഴുതാനാണ്. ഈ കൊടുത്തതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കാനാണ്. അസീറു ജ്യൂസ്, ബുർത്തുക്കാൽ ഓറഞ്ച് ജ്യൂസ്, ഹലീബുൻ പാല്, ഷായ് ചായ, റുസുൻ ചോറ്, മൗസത്തുൻ പഴം, തുഫാഹത്തുൻ ആപ്പിള്, ഖുബ്സുൻ റൊട്ടി, സമക്കുൻ മഖ്ലി ഫ്രൈഡ് ഫിഷ്. ഇദാമു എന്ന് പറഞ്ഞ കറിയാണ് ദജാജിൻ, കോഴിക്കറിക്കാണ് ഇദാമു ദജാജിൻ. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള സെന്റൻസും എഴുതണം. അന ഉഫല്ലിലു, ഞാൻ ഉഫല്ലിലു ഏറ്റവും മുൻഗണന നൽകുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അർറുസ ചോറാണ്. അതേപോലെ അന ഉഫല്ലിലു ഓരോന്നും മുകളിൽ കൊടുത്ത ഓരോന്നും വെച്ചിട്ട് നിങ്ങൾ അവിടെ എഴുതണം. അന ഉഫല്ലിലു എനിക്ക് ഏറ്റവും ഇഷ്ടം അൽ ഹലീബ പാലാകുന്നു. അന ഉഫല്ലിലു അസീറു ബുർത്തുക്കാലിൻ ഓറഞ്ച് ജ്യൂസ് ആകുന്നു. അന ഉഫല്ലിലു ഷായയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന ഉഫല്ലിലു മൗസ പഴമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന ഉഫല്ലിലു തുഫാഹ ആപ്പിളാണ് എനിക്കിഷ്ടം. അന ഉഫല്ലിലു ഖുബ്സ റൊട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന ഉഫല്ലിലു ഞാൻ മുൻഗണന നൽകുന്നത് സമക്കൻ മഖ്ലിയ. അന ഉഫല്ലിലു ഇദാമു ദജാജിൻ. വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് തയ്യാറാക്കി പഠിക്കുക. പേജ് നമ്പർ 39 നോക്കൂ. സ്കൂൾ ഫുഡ് ഫെസ്റ്റ് ആണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത്. എല്ലാ കുട്ടികളും പലതരത്തിലുള്ള ഫുഡുകൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് സ്കൂളിൽ വന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഫെസ്റ്റ് ആണ് സ്കൂൾ ഫുഡ് ഫെസ്റ്റ്. ആ ഫുഡ് ഫെസ്റ്റിൽ എന്തൊക്കെ ഫുഡുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 39. നക്തുബു നമുക്ക് എഴുതാം, വനതഹദ്ദസു നമുക്ക് പരസ്പരം സംസാരിക്കാം. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? സാമ്പാർ, അതുപോലെ സലത്തുൽ ഫവാക്കിഹി ഫ്രൂട്ട്സ് സാലഡ്, അതുപോലെ തന്നെ സലത്തുൽ ഖൽറാവാത്തി വെജിറ്റബിൾ കൊണ്ടുള്ള സാലഡ്. നോക്കൂ, സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. എന്തൊക്കെ ഉണ്ടാവും അതില്? സാമ്പാർ വെജിറ്റബിൾസ് ഏതാനും പൊടികളൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് സാമ്പാർ. ഹാദാ സാമ്പാർ, ഇത് സാമ്പാറാണ്. സാമ്പാറു മിനൽ അത്ഇമത്തി ഭക്ഷണങ്ങളിൽ പെട്ടതാണ്. അസിഹിയത്തി ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ പെട്ടതാണ് സാമ്പാർ. ഫീഹി അതിലുണ്ട്, ബാമിയ വെണ്ടക്ക അതിലുണ്ട്, വബത്തോത്തിസു പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും, ടൊമാറ്റിമു തക്കാളിയും, വഫുൽഫുലു മുളക്, വബാദിൻജാൻ വഴുതനങ്ങയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന പൊടികളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണ് സാമ്പാർ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് സാലഡിനെ കുറിച്ച് പഠിക്കാം. സലത്തുൽ ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് സാലഡ് ആണ്. സലത്തു എന്ന് പറഞ്ഞാൽ സാലഡ് ആണ്. ആദിഹി ഇത് സലത്തുൽ ഫവാക്കിഹി ഫ്രൂട്ട്സ് സാലഡ് ആണ്. സലത്തുൽ ഫവാക്കിഹി ഫ്രൂട്ട്സ് സാലഡ് മിനത്തൊആമി ഭക്ഷണത്തിൽ പെട്ടതാണ്. അസിഹി ആരോഗ്യകരമായ ഭക്ഷണത്തിൽ പെട്ടതാണ് സലത്തുൽ ഫവാക്കിഹ്. ഫീഹ അതിലുണ്ട്. അതിലെന്തൊക്കെ ചേർക്കാറുണ്ട്? ഏത് ഫ്രൂട്ട്സുകളാണ് ചേർക്കാറുള്ളത് അത് അവിടെ എഴുതുക. ഫീഹ അതിലുണ്ട് അനാനാസ് പൈനാപ്പിൾ ഉണ്ട്, ഐനബ് മുന്തിരി ഉണ്ട്, മൗസ് പഴം, തുഫാഹത്ത് ആപ്പിള്. ഇനി വേറെയും ഫ്രൂട്ട്സുകളുടെ പേരുകൾ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അടുത്തത് നോക്കൂ, സലത്തുൽ ഖൽറാവാത്ത് വെജിറ്റബിൾ സാലഡ്. അതിലെന്തൊക്കെയാണ്? അതെങ്ങനെ അവിടെ ഫില്ല് ചെയ്യാം? ആദിഹി ഇത് സലത്തുൽ ഖൽറാവാത്തി വെജിറ്റബിൾ സാലഡ് ആണ്. സലത്തുൽ ഖൽറാവാത്തി വെജിറ്റബിൾ സാലഡ് എന്നത് മിനത്തൊആമി സിഹി ആരോഗ്യകരമായ ഭക്ഷണത്തിൽ പെട്ടതാണ്. ഫീഹ അതിലുണ്ട്. ഏത് വെജിറ്റബിൾസ് ആണ് ചേർക്കാറുള്ളത്? ടൊമാറ്റിം തക്കാളി, വൽ ജസർ ക്യാരറ്റ്, വൽ ബസോല് സവാള, വൽ ഫുൽഫുല് മുളക്, വൽ ഖിയാർ കുക്കുംബർ. ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് വെജിറ്റബിൾ സാലഡ്. വെജിറ്റബിൾസിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചു വന്നത് സലാമത്തുൽ അദിയ ഭക്ഷ്യസുരക്ഷയോടനുബന്ധിച്ച് ഉള്ള ഒരു കുട്ടിയുടെ പ്രസംഗം കേട്ടു. അതുപോലെ തന്നെ ഫിയോല് മുദാരിയായ ഫിയോലുകള് മുഅന്നസായിട്ടും മുദക്കറായിട്ടും വരുന്ന സെന്റൻസുകൾ പഠിച്ചു. പ്രസംഗം തയ്യാറാക്കാൻ പഠിച്ചു. ഇഷ്ടപ്പെട്ട ഫുഡ് ഇന്നതാണ് എന്ന് സെന്റൻസിൽ എഴുതാൻ പഠിച്ചു. അതുപോലെ
ഫ്രൂട്ട് സാലഡ്, വെജിറ്റബിൾ സാലഡ് ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാനും പഠിച്ചു. നിങ്ങൾക്ക് അറിയാത്ത വേർഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. ഓരോ പ്രവർത്തനവും എഴുതി പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖദീം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.